ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെയിം സ്പോട്ടിൽ തന്നെയാണ്. നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കേരള ഫീഡ് ഇപ്പോൾ പുഴയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തീറ്റ കഴിച്ചുകൊണ്ടിരുന്നേക്ക് മുമ്പ് കുറച്ച് തീറ്റ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മീനുകളൊക്കെ വന്ന് കുത്തി തിന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മെഷീൻ ചൂണ്ട അടിച്ചിട്ടുണ്ട്. അതിൽ ബാക്കി നമുക്ക് മീൻ കിട്ടും. വലിയ മീൻ കിട്ടണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് പരലൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ കുറച്ച് വലിപ്പമുള്ള മീൻ കിട്ടിയിട്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നമുക്ക് ഒരു തരക്കേടില്ലാത്ത ഡാം പരൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അധികം വലിപ്പം വയ്ക്കാറില്ല, കുറച്ചും കൂടി വലിപ്പം വയ്ക്കാറുണ്ട്. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത സൈസാണ്, നമുക്ക് പിന്നെ എടുക്കാം. ഇതങ്ങനെ സൈസൊന്നും അധികം വയ്ക്കാറില്ല, പക്ഷെ നല്ല ഭംഗിയാണ് അവനെ കാണാനായിട്ട്. ഞാൻ എന്തായാലും വലയിലെടുത്തേ. വലയിൽ നമുക്ക് വേറെ കുറച്ച് മീൻ കൂടി കിട്ടിയിട്ടുണ്ട്. പരലൊക്കെ കിട്ടും. ഞാൻ പരലായിട്ടൊന്നും എടുത്തിട്ടില്ല വീഡിയോ. നമുക്ക് വലിയ മീൻ ഇതിന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മൾ ഇവിടെ വന്ന് മെഷീൻ അടിച്ചിട്ടു. നമ്മുടെ ബിജാട്ടൻ വന്നിട്ടുണ്ട് കൂടെ. കിരൺ കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഇവിടെ മീനൊക്കെ മറിയുന്നുണ്ട്, വലിയ മീനൊക്കെ മറിയുന്നുണ്ട്. നമ്മൾ മെഷീൻ അടിച്ചിട്ടുണ്ട്. കഴിച്ചുകൊണ്ടുമ്പോൾ ഇവിടുന്ന് പരലും. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കരിമീനൊക്കെ ഇട്ട് ഇവിടെ നിന്നായിരുന്നു. നമുക്ക് നോക്കാം ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാം. താഴത്ത് കള്ളക്കൊത്ത മൊത്തം, മുകളിൽ മൊത്തം കള്ളക്കൊത്ത. താഴത്ത് വന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് എന്തായാലും മീൻ കിട്ടാതിരിക്കില്ല. ഫ്രണ്ട്സ്, നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കോക്കളാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ വലയിലിടാം. നമുക്ക് അല്ലാതെ 2-3 മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒരു പരലുകൂട്ടനെ കിട്ടിയിട്ടുണ്ട്. പിജാട്ടൻ്റെ അവിടെ കരിമീൻ കുഞ്ഞിനെ പിടിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ താരം കിരൺ മോ വന്നിട്ടുണ്ട്. കുഴിക്കുത്തിന് കരിമീൻ മാത്രം പിടിക്കുന്നു പറഞ്ഞിരിക്കണേ. വേറെ മീൻ കിട്ടി കഴിഞ്ഞാൽ അവൻ പുഴയ്ക്ക് ഇടുന്നു പറഞ്ഞാണ്. നമുക്ക് നോക്കാം. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് കിട്ടിയ പരൽ നമുക്ക് വലയിലിടാം. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം മീൻ എന്തായാലും നമുക്ക് കിട്ടിയെന്ന്. നല്ല മീൻ കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഗോൾഡൻ കുറവയും സാധാ കുറവയും തമ്മിലുള്ള ക്രോസ് കിട്ടി. കാരണം ഗോൾഡൻ കുറവയ്ക്ക് ഒരു മഞ്ഞ കളർ ഉണ്ടാവും. അതുപോലെ തന്നെ ചുവപ്പൻ കുറവയുടെ ചുവപ്പ് മുകളിലും വാലുമ്പോൾ ചെറിയ ചുവപ്പും ഗോൾഡും തമ്മിൽ സങ്കരേന നല്ലപോലെ ശാന്തമായിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കായിട്ട് പരലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കരിമീൻ്റെ കൊത്ത് ബിജാണ്ട് പറഞ്ഞാൽ കിട്ടി, ഒരു തരക്കേടില്ലാത്തത്. കിരൺ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയത് പരലുകൾ ഇങ്ങനെ ഉണ്ട്, അത്യാവശ്യം പരലുകളുണ്ട്. അപ്പോൾ നോക്കാം, വലിയ ഏതെങ്കിലും കിട്ടുമോ നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇടത്തരം പരലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, വറക്കാൻ പറ്റിയ സൈസാണ്, നല്ല പരല. ഞാൻ കിട്ടിയ മീനും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇവനൊന്ന് ഉക്ക് വരട്ടെ. നമുക്കിപ്പോൾ ഇത്ര നേരം അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, കുറച്ചും കൂടി നിന്ന് നോക്കാം മീൻ എന്തൊക്കെ കിട്ടും നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അധികം വൈൻഡപ്പ് ചെയ്തു. നമുക്കിന്ന് കിട്ടിയ മീനുകൾ ഇതാണ്. വീഡിയോ കരിമീൻ്റെ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫൗക്കായിട്ട് കയറിയതാണ്. അവൻ്റെ പുറത്തേക്ക് വെള്ളത്തിലിടാനും പറ്റിയില്ല, കാരണം അവൻ്റെ മേലാകെ ഇതായിപ്പോയി, നമുക്ക് കളഞ്ഞില്ല. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമുക്കിന്നിപ്പോൾ കിട്ടിയ മീൻ ഒരു 1/2 കിലോ മീനുണ്ടാവും. പരലുകളും കൊഴുക്കുത്തിയും ഡാം പരലൊക്കെ ആയിട്ടാണ് കിട്ടിയത്.